ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ ഇത് മഹേന്ദ്ര KUV100 ആണ് വണ്ടി. അപ്പൊ ഇതിന്റെ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മിസ്സിംഗ് ആണ്. അതുപോലെ AC ഇടുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള മിസ്സിംഗ് ഉണ്ട്, നല്ല പിക്കപ്പ് കുറവ്, അതുപോലെ തന്നെ വണ്ടി മൂവ് ആവാനുള്ള പാട്, കയറ്റമൊക്കെ തീരെ പമ്മി പമ്മി എന്ന് പറഞ്ഞുകൊണ്ടാണ് വണ്ടി കയറുന്നത്. അപ്പൊ എന്താണ് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള എഞ്ചിൻ വൈബ്രേഷൻ ആണ് ഇതിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കിടന്ന് ടക്ക് കിടന്ന് അടിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏതോ ഒരു സിലിണ്ടർ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സിലിണ്ടർ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ഇത്രയും രീതിയിലുള്ള വൈബ്രേഷൻ വരുന്നത്. ഒന്ന് ആക്സിലേറ്റർ കൊടുത്തേ. ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ പെരുക്കെ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള ജെർക്കിംഗ് ആണ് ഇതിനകത്ത് നിന്ന് വരുന്നത്. ഒന്ന് AC ഇട്ടേ. ഇപ്പോ AC ഓൺ ആയിട്ടുണ്ട്. AC ഓൺ ആകുമ്പോൾ നല്ല രീതിയിലുള്ള ജെർക്കിംഗ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ AC ഓഫ് ചെയ്തേ. ഓക്കെ, ഇനി ആ സൈലൻസറിന്റെ ഭാഗത്ത് പോയിട്ട് നമുക്ക് ആ ഒരു മിസ് ഇറങ്ങി നല്ല രീതിയിൽ സൈലൻസറിന്റെ ഭാഗത്ത് നിന്ന് അറിയാനായിട്ട് സാധിക്കും. അതൊന്ന് നോക്കാം. നമ്മളിപ്പോ ഇതിന്റെ സൈലൻസറിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നോക്കിയാൽ ആ സൗണ്ട് കിട്ടുമോന്ന് അറിയത്തില്ല. നല്ല രീതിയിൽ ടക്ക് 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 എന്ന് അടിക്കുന്ന സൗണ്ടാണ് ആ കേൾക്കുന്നത്. ഒന്ന് ചെറുതായിട്ടൊന്ന് റൈസ് ചെയ്തേ. നല്ല രീതിയിൽ ഇതൊക്കെ കാലം എടുത്തേ. നല്ല രീതിയിലുള്ള സൗണ്ടാണ് സൈലൻസറിന്റെ ഭാഗത്തുനിന്ന് കേൾക്കുന്നത്. അപ്പൊ നമുക്കിത് ആദ്യം ഇതിന്റെ പ്ലഗും കാര്യങ്ങളൊന്ന് നോക്കണം. അപ്പോൾ നമുക്കിതിന്റെ പ്ലഗ് ആണ് ഫസ്റ്റ് നോക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഗ്നേറ്റർ അല്ലെങ്കിൽ പ്ലഗ് ആണ് കൂടുതലായിട്ട് വരുന്നത്. ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട്. ഇത് അയച്ചു കഴിഞ്ഞാൽ നമുക്കിത് സിമ്പിൾ ആയിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് പ്ലഗ് ആണ് അയച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഇഗ്നേറ്റർ വരുന്നത്. ഇത് 3 സിലിണ്ടർ വണ്ടിയാണ്. 1, 2, 3. ഈ 3 10 ബോൾട്ട് അയച്ചിട്ട് നമുക്ക് ഇതിന്റെ ഇഗ്നേറ്റർ ഊരിയെടുക്കാം. അതുപോലെ ഈ ക്ലിപ്പ് അയച്ചെടുക്കാനായിട്ട് ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇത് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ വയറിൽ നിന്നും ഇത് കണക്ട് ചെയ്ത് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഇതിന്റെ ഇഗ്നേറ്റർ അയച്ചെടുക്കാം. നമ്മളിപ്പോ ഇതിന്റെ 3 ഇഗ്നേറ്ററിന്റെ ബോൾട്ടും അഴിച്ചെടുത്തിട്ടുണ്ട്. ഒരേ നീളത്തിലുള്ള ബോൾട്ട് ആയിരിക്കും വരുന്നത്. 10ന്റെ ആയിരിക്കും സൈസ് വരുന്നത്. ഇനി നമുക്ക് ഇഗ്നേറ്റർ പൊക്കിയെടുക്കാം. ഇഗ്നേറ്റർ പൊക്കിയെടുക്കാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇഗ്നേറ്റർ നമുക്ക് സിമ്പിൾ ആയിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇഗ്നേറ്റർ നമ്മൾ ഊരിയെടുക്കുമ്പോൾ ഈ ഭാഗത്തോട്ട് നോക്കി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഓയിൽ വന്ന് നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഓയിൽ വന്ന് നിന്നാൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്പാർക്ക് ബോഡിയിലോട്ടായിട്ട് സ്പാർക്ക് കറക്റ്റ് സ്പാർക്ക് പ്ലഗിന് കിട്ടാതാവും. അങ്ങനെ വരുമ്പോൾ മിസ്സിങ് വരും. അപ്പോൾ എല്ലാ ഇഗ്നേറ്ററും നമുക്കൊന്ന് ഊരി നോക്കാം. ഇഗ്നേറ്റർ ഊരുമ്പോൾ ചെറിയ രീതിയിലുള്ള ഓയിൽ മൈ ഇതിനകത്ത് ഉണ്ട്. പക്ഷെ ഒന്നിന്റെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്രയും ഓയിൽ മൈ ഇതിനകത്ത് ഇല്ല. മൂന്നാമത്തെ നമുക്ക് ഊരി നോക്കാം. ഇത് നമ്മൾ നോക്കുമ്പോൾ ചെറിയ രീതിയിൽ ഓയിൽ മൈ ഇതിനകത്ത് വന്നേപ്പുണ്ട്. പക്ഷെ ഒന്നഴിച്ചപ്പോൾ കണ്ട ഓയിൽ മയം ഇതിനകത്തില്ല. ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും. ഇതിനകത്ത് നല്ല രീതിയിലുള്ള ഓയിൽ മയം ഉണ്ട്. ഇതിനകത്ത് ചെറിയ രീതിയിലുള്ള ഓയിൽ മയം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ സിലിണ്ടർ നമുക്കൊന്ന് നോക്കാം. ഇതിനകത്തോട്ട് നോക്കിയാൽ ഈ പ്ലഗിനകത്ത് ഫുള്ളായിട്ട് ഓയിൽ തളം കെട്ടി നിൽക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മിസ്സിംഗ് ആവും. അതായത് ഈ സിലിണ്ടർ ആണ് അപ്പോൾ കറക്റ്റായിട്ട് മിസ്സായിട്ട് പോകുന്നത്. അതാണ് ഒരു സിലിണ്ടർ വർക്ക് ചെയ്യാത്ത പോലുള്ള ഫീല് കിട്ടുന്നത്. കാരണം ഇത് 3 സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട് ഒരു സിലിണ്ടർ വർക്ക് ചെയ്തില്ലെങ്കിൽ നല്ല രീതിയിലുള്ള വൈബ്രേഷൻ ആയിരിക്കും കിട്ടുന്നത്. ഇതിനകത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് ചെറിയ ഒരു ഓയിൽ മയം കാണാം. അതുപോലെ തന്നെ മൂന്നാമത്തേതും ചെറിയൊരു ഓയിൽ മയം കാണാം. ഒന്നാമത്തേതാണ് കൂടുതലായിട്ട് ഓയിൽ മയം വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഓയിൽ മയം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഓയിൽ മയം വരാനുള്ള കാരണം ഇതിന്റെ വാൽവ് ഡോറ് ഇതിന് പാക്കിങ് വരുന്നില്ല. ഇതിന്റെ വാൽവ് ഡോറ് പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. കാരണം 1-2 വട്ടം ഓവർ ഹീറ്റ് ആയ വണ്ടികളാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ വാൽവ് പ്ലാസ്റ്റിക് ടൈപ്പ് വരുന്നുണ്ട്. ഇത് ബെൻഡാവും. അപ്പോൾ ഇങ്ങനെ ഓയിൽ ലീക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് ഇതിനകത്ത് ബോണ്ട് ഇട്ടിട്ട് ഇടാൻ നോക്കി കഴിഞ്ഞാൽ ഇത് ബെൻഡ് ഉള്ളത് കൊണ്ട് ഓയിലേക്ക് എന്തായാലും കുറെ കൂടി കഴിയുമ്പോൾ വരും. അപ്പൊ ഇതിനകത്ത് കറക്റ്റ് ഉള്ള വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വാൽവ് ഡോർ മാറുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഓയിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കളയാം. ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് മിസ്സിങ് കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. നമ്മളിപ്പോ ഇതിനകത്തുള്ള ഓയിൽ മയം കുറച്ച് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇതിനകത്ത് ഫുള്ളായിട്ട് ഓയിൽ നിന്നൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വിട്ടിട്ടുണ്ട്. ഇതിനകത്ത് ചെറിയ രീതിയിലുള്ള ഒരു മയം ഇതിനകത്തുണ്ട്. പക്ഷെ സ്പാർക്ക് ആവുന്ന രീതിയിലുള്ള ഓയിൽ ഇതിനകത്ത് ഇല്ല. അപ്പൊ ഇനി നമുക്ക് ഇഗ്നേറ്റർ ഫിറ്റ് ചെയ്യാം. നമ്മളിപ്പോ ഇഗ്നേറ്ററും ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.
നമ്മളിപ്പോ ഇഗ്നേറ്ററും ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഈ ഇഗ്നേറ്റർ ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മളിപ്പോ ഇതിന്റെ ഇഗ്നേറ്റർ ബാക്കിയുള്ള കണക്ഷനും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ബോൾട്ടും ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സോക്കറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ, വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ. വണ്ടി നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോ നമ്മൾ നോക്കുമ്പോൾ വേറെ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഇതിന്റെ കവറോട് നോക്കാം. കവർ വെക്കുമ്പോൾ ആ വൈബ്രേഷൻ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അറിയാനായിട്ട് സാധിക്കും. നമ്മളിപ്പോ ഇതിന്റെ കവർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ നേരത്തെ കണ്ട ആ ഒരു വൈബ്രേഷൻ ഇല്ല, ആ ഒരു വലിയ സൗണ്ടും കാര്യങ്ങളും ഒന്നും ഇല്ല. ഒന്ന് എ സി ഓൺ ആക്കിയേ. എ സി ഓൺ ആക്കുമ്പോൾ നേരത്തെ നല്ല രീതിയിലുള്ള വൈബ്രേഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. എ സി ഓൺ ആക്കിയേ. ഇപ്പോ എ സി ഓൺ ആക്കുമ്പോൾ ആ ഒരു വൈബ്രേഷൻ തീരെ ഇല്ല. ഇനി നമുക്ക് സൈലൻസറിന്റെ ഭാഗത്ത് പോയിട്ട് നോക്കാം. നമ്മളിപ്പോ ബാക്കിൽ സൈലൻസറിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ കൈ ഇങ്ങനെ വെക്കുമ്പോൾ പട്ട 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 എന്നുള്ള സൗണ്ട് ആയിരുന്നു. ഇപ്പൊ ആ ഒരു സൗണ്ട് ഇല്ല. ഒന്ന് ആക്സിലേറ്റർ കൊടുത്തേ. ഇപ്പോ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ആ ഒരു സൗണ്ട് നമുക്ക് വലിയ രീതിയിൽ ഇല്ല. ഓക്കെ, നേരത്തെ നല്ല രീതിയിലുള്ള ഇങ്ങനെ കൈ വെക്കുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള സൗണ്ട് ആയിരുന്നു. സൈലൻസർ ഇങ്ങനെ കിടന്ന് കുടയുന്ന ഒരു ഫീലും കാര്യങ്ങളും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോ KUV 100 ആണ് വണ്ടി. അപ്പോ ഇതിന്റെ നമ്മൾ കണ്ടതാണ് ഒന്നാമത്തെ പ്ലഗ് എന്റെ ഇഗ്നേറ്റർ നമ്മൾ അടിക്കുമ്പോൾ ഫുള്ളായിട്ട് പ്ലഗിന്റെ മണ്ടയ്ക്ക് ഓയിൽ കിടപ്പുണ്ടായിരുന്നു. രണ്ടാമത്തെ സിലിണ്ടറും ചെറുതായിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ പ്ലഗിന്റെ ഭാഗത്ത് സിലിണ്ടറിൽ ചെറുതായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നിലാണ് നമുക്ക് ആ മിസ്സിങ് കാണിച്ചുകൊണ്ടിരുന്നത്. മീൻസ് ഓയിൽ നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സ്പാർക്ക് കറക്റ്റ് ആയിട്ട് സ്പാർക്ക് പ്ലഗിലോട്ട് പോവാതെ നേരെ ബോഡിയിലോട്ട് ഓയിലിന്റെ ഭാഗത്തോട്ട് പോകും. അങ്ങനെ വന്നിട്ട് സ്പാർക്ക് മിസ് ആവുമ്പോൾ എഞ്ചിന് കറക്റ്റ് സ്പാർക്ക് പ്ലഗിനകത്ത് സ്പാർക്ക് കിട്ടാതെ വരുമ്പോൾ ഫയറിംഗ് ആവാതെ വരും. അതാണ് ആ ഒരു സിലിണ്ടർ കിട്ടാതെ വരുമ്പോൾ സൈലൻസറിനകത്ത് നല്ല രീതിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന അവസരത്തിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്ത് നമ്മളിപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു കുറച്ച് നാളത്തേക്ക് നിൽക്കും. അത് കഴിയുമ്പോൾ പിന്നെയും ഈ സംഭവം ഓയിൽ വന്ന് അറിയുമ്പോഴത്തേക്ക് ഇഗ്നേറ്ററും അടിച്ചു പോകും, അതുപോലെ തന്നെ പ്ലഗും അടിച്ചു പോകും. അപ്പോൾ ഇതിന്റെ വാൽവ് കവർ മാറുക എന്നുള്ളതാണ് ഇതിനകത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം ഇതിന്റെ വാൽവ് കവർ പ്ലാസ്റ്റിക് ആണ്. നമ്മൾ കണ്ടാണ് ആ പ്ലാസ്റ്റിക് ടൈപ്പ് ആണ് ഈ ഒരു വാൽവ് കവർ വരുന്നത്. റിനോൾട്ട് കിഡിനൊക്കെ വരുന്ന പോലുള്ള ഒരു വാൽവ് കവർ ആണ് ഇതിന്റെ ഈ കണ്ടതിനും ആ ടൈപ്പ് മോഡല് വാൽവ് കവർ ആണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ അഴിച്ചെടുത്തിട്ട് രണ്ടാമത് ബോണ്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെയും ഈ ലീക്ക് അതുപോലെ വരും. കാരണം ഇത് ഓവർ ഹീറ്റ് ആവുന്ന വണ്ടികൾ, കാരണം ഇത് 1-2 വട്ടം ഓവർ ഹീറ്റ് ആയിട്ടുണ്ടെന്നാണ് നേരത്തെ കസ്റ്റമർ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഓവർ ഹീറ്റ് ആവുന്ന വണ്ടികളുടെ വാൽവ് കവർ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ബെൻഡ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ബെൻഡ് വരുന്നതുകൊണ്ടാണ് ഈ ഓയിൽ ലീക്ക് ഇങ്ങനെ വരുന്നത്. അപ്പോൾ വാൽവ് കവർ മാറുക എന്നുള്ളതാണ് ഇതിനകത്തെ മെയിൻ ആയിട്ടുള്ള ഓയിൽ ലീക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ വാൽവ് കവർ പൂർണ്ണമായിട്ടും പുതിയത് തന്നെ ഫിറ്റ് ചെയ്തിട്ട് ബോണ്ട് ഇട്ട് തന്നെ പുതിയത് ഫിറ്റ് ചെയ്യണം. കാരണം ഇതിനകത്ത് വാൽവ് കവറിനകത്ത് വേറെ ഊറിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പോൾ KV 100 മിസ്സിങ്ങും അതുപോലെ തന്നെ വൽവിന്റെ കംപ്ലൈന്റിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയുടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.